ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാറുകൾക്ക് GST വന്ന വിലയിലെ മാറ്റം, അതേപോലെ തന്നെ ദീപാവലി ഓഫേഴ്സും ഗംഭീരമായിട്ടുള്ള ഡിസ്കൗണ്ടിലാണ് ഈ മാസം യൂസ്ഡ് കാറുകളും വിൽക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് ഷോറൂമുകൾ ഒന്നായിട്ടുള്ള നമ്മുടെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഈ മാസം ഒരുപാട് സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷോറൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ GST വന്നിട്ടുള്ള വിലയിലെ മാറ്റവും അതേപോലെ ദീപാവലി ഓഫറും കൂടി ആകുമ്പോൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരിക്കും. കാരണം വിലയിലെ മാറ്റം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ട് തന്നെ ഈ മാസം ഏതൊക്കെ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, എത്രയാണ് പ്രൈസ് റേഞ്ച് എന്നൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് സെസ്സിന്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ഈ ഷോറൂം വരുന്നത്. അതിവിശാലമായിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകൾ അണിനിരത്തിയിട്ടുള്ള ഒരു വലിയ ഷോറൂമാണ്. നിങ്ങൾക്കൊരു യൂസർ വാങ്ങാൻ വേണ്ടി ഒരുപാട് ഷോറൂമുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം അത്രയേറെ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷം രൂപ മുതലാണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 90% വാഹനങ്ങൾക്കും ഇവർ വാറണ്ടിയും ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സർട്ടിഫൈഡ് ആയിട്ട് വിൽക്കപ്പെടുന്ന വാഹനങ്ങൾ മാത്രമേ ഇവിടെ 90% ഉള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന ലോ ബഡ്ജറ്റ് വാഹനങ്ങൾക്കാണ് വാറണ്ടി സർവീസൊക്കെ ഇല്ലാതെ ഇവർ സെയിൽ ചെയ്യുന്നത്. അതായത് നമുക്ക് കൊടുക്കുന്ന എമൗണ്ടിന് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കാക്കനാട് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം. കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. വിശദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാണുമ്പോൾ നല്ല ക്വാളിറ്റി വാഹനത്തിനെ പരിചയപ്പെടാം. അത് മാരുതിയിലെ ഏറ്റവും ഡിമാൻഡുള്ള എസ്-ക്രോസ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ എസ്-ക്രോസ് സീറ്റ മാനുവൽ ഹൈബ്രിഡ് വെഹിക്കിൾ ആണ്. പെട്രോൾ ഹൈബ്രിഡ് അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ യൂസ് ആണ്. 36,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം ക്ലീൻ ഹിസ്റ്ററി ആണ്. അതുപോലെ തന്നെ സീറോ ക്ലെയിം ആണ് വണ്ടി. സീറോ ക്ലെയിം ആണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് ഇഷ്യൂസ് ഒന്നുമില്ല. ഈ സീറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ഇതില് പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, 4 പവർ വിൻഡോ, 2 എയർ ബാഗ്, ABS, പിന്നെ ഡീഫോഗർ വിത്ത് റെയർ വൈപ്പറും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അഡീഷണൽ അത്യാവശ്യം ആക്സസറീസ് ചെയ്തൊരു വെഹിക്കിളും കൂടി ചെയ്തു. അഡീഷണൽ ആയിട്ട് ചെയ്തേക്കണത് നമുക്ക് ഒരു 17 ഇഞ്ചിന്റെ അലോയ്സ്, അത് മോമോന്റെ ബ്രാൻഡിന്റെ ആണ്. അതെ. അതുപോലെ തന്നെ സൺഫിലും സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഫുള്ളി ഡീക്രോം ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് റൂഫാണ് ചെയ്തേക്കണേ. വണ്ടി ഗ്രേ കളറും റൂഫ് ബ്ലാക്കും. അതെ, ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. പിന്നെ വിനൽ മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർ ഡോർ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോറിന്റെ താഴെ സ്പോട്ടി ലൈറ്റ്സ് അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ലോഡ് ആക്സസറീസ് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു എമൗണ്ടിന്റെ കാര്യങ്ങൾ ഇതിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എടുക്കുന്ന കസ്റ്റമറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കല്ലേ? ഇതിലിപ്പോ വന്നത് B2B, അതായത് 2026 ഏപ്രിൽ വരെയുള്ള B2B വിത്ത് RTI ഇൻഷുറൻസ് പോളിസി വണ്ടിക്കകത്ത് ഇപ്പൊ ഉള്ളതാണല്ലേ? അപ്പൊ പിന്നെ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോ 950 ആണ്. 9,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവില്ല? ചെറിയ ഡിഫറൻസ് ഒക്കെ ചെയ്ത് ഉണ്ടാവും. നിങ്ങൾക്ക് വണ്ടി ഓക്കെ ആയിട്ട് ഇഷ്ടമായാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ചെറിയ ഡിഫറൻസ് ഒക്കെ ചെയ്ത് ചോദിക്കാനുള്ളത്, ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? അതെ, നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ എക്സ്റ്റൻഡ് വാറണ്ടി 6 മാസത്തേക്കുള്ള അവൈലബിൾ ആണ്. കമ്പനി വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് എടുക്കാം. മൈലേജ് സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. പെട്രോൾ യൂസ് ചെയ്യാം, CNG യൂസ് ചെയ്യാം അല്ലേ? ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് വരുമ്പോൾ 2023 മോഡൽ വാഗനർ VXi CNG ആണ്. ഇത് 56,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ യൂസ് വെഹിക്കിൾ ആണ്. സിംഗിൾ യൂസ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നുമില്ല. ക്വാളിറ്റി വാഹനം, കണ്ടീഷൻ വാഹനം അല്ലേ? ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ഇത് 2 എയർ ബാഗ്, ABS, പിന്നെ 4 പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽഡ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും ഞങ്ങളുടെ കണ്ടീഷൻ അല്ലേ? അതെ, എല്ലാം കണ്ടീഷനാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 570 ആണ്. അതിന് ചെറിയ ഓഫേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ്. നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഫാമിലി കസ്റ്റമേഴ്സിന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ പറയുന്ന വാഗനർ അല്ലേ? നല്ല ക്വാളിറ്റി പീസ് വരുന്ന സ്റ്റോക്ക് കാക്കനാട് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ വാഗനർ ഏത് മോഡൽ? ഇത് വരുമ്പോൾ 2016 മോഡൽ വാഗനർ VXi AMT ആണ്. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 36,000 കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ. സെക്കൻഡ് യൂസർ ആണ് വണ്ടി. KL07 വണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ്. എറണാകുളം രജിസ്ട്രേഷൻ വാഹനമല്ലേ? ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ഇത് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, ഫോഗ് ലാംപ്സ്, പിന്നെ സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽഡ് വരുന്നുണ്ട്, പിന്നെ റെയർ വൈപ്പർ, ഡീഫോഗറും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. എടുക്കുന്ന ആളുകൾക്ക് എന്തായാലും നല്ല ക്വാളിറ്റി വാഹനം അന്വേഷിക്കുന്നെങ്കിൽ ഇത് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. പ്രൈസ് എത്ര വരുന്നത്? ഇത് വരുന്നത് 435 ആണ് പ്രൈസിങ് വരുന്നത്. അതിൽ നിന്ന് ചെറിയ ഓഫേഴ്സ് ഒക്കെ ആയിട്ട് തരുന്നുണ്ടാവും. ഇത് 1 ഇയർ വാറന്റിയോട് കൂടിയിട്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാങ്ങാൻ പറ്റുന്ന മാരുതി ഡിസയർ അല്ലേ? ഏതാ മോഡൽ തന്നെ? ഇത് വരുമ്പോൾ 2017 മോഡൽ ഡിസയർ VXi പെട്രോൾ മാനുവൽ സിംഗിൾ ഓണർ. സിംഗിൾ യൂസ് 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലിസ്റ്റിംഗ് ഞങ്ങളൊക്കെ അവൈലബിൾ ആണ്.
ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ഇത് വരുമ്പോൾ 2 എയർ ബാഗ്, ABS, പവർ വിൻഡോസ്, പിന്നെ സെൻട്രൽ ലോക്കും വരുന്നത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ചോദിക്കുന്ന പ്രൈസ് എത്ര? വിത്ത് 1 ഇയർ വാറണ്ടി 5,65. 5,60,000 രൂപ. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ഫണ്ടിങ്ങോടെ ലോൺ ചെയ്യാം. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങളിൽ മാരുതിയിലെ ഏറ്റവും മികച്ച വാഹനമാണ് ഈ പറയുന്ന സിയാസ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് വരുമ്പോൾ 2021 മോഡൽ സിയാസ് സിഗ്മയാണ്. സിഗ്മ വേരിയന്റ്. അതെ, ബേസ് വേരിയന്റ് ആണ്, പക്ഷേ ബേസിക്കുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വെഹിക്കിൾ വരുന്നുണ്ട്. ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണല്ലോ സിയാസ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 17,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വെഹിക്കിൾ ആണ്, സിംഗിൾ യൂസ് ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സിഗ്മ വേണമെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ABS എയർബാഗും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് വരുന്നതാണല്ലേ? ഓക്കെ, ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 7,35 ഇതിന്റെ പ്രൈസിങ് വരുന്നത്. വിത്ത് 6 മാസത്തെ മാരുതി വാറന്റി ഉണ്ടാവും, 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റും, മാക്സിമം ലോണും ചെയ്യാം അല്ലേ? മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഹ്യുണ്ടായുടെ ഇയോൺ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡലാണ്. സിംഗിൾ യൂസ് 36,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേരിയന്റ് ഏതാണ്? ഇത് വരുമ്പോൾ ഡിലേറ്റ് ആണ്, ബേസ് വേരിയന്റ് ആണ്. ഈ വാഹനത്തിൽ പേപ്പേഴ്സും കാണാനും ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോൾ 2 lakhs ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വെറും 2 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു 3 years ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ നോക്കണം ആവശ്യമില്ല, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ചെറിയൊരു EMI നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനം അല്ലേ? ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടനാണ്, അതും ഓട്ടോമാറ്റിക് വാഹനമാണല്ലേ? നമുക്ക് ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് വരുമ്പോൾ 2018 മോഡൽ കേട്ടൻ VXi AMT ആണ്, ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്, 59,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 59,000 കിലോമീറ്റർ. ടെസ്റ്റിംഗ് ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഇതിൽ VXi എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിൽ വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു പവർ വിൻഡോ വരുന്നുണ്ട്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിന്റെ പ്രൈസ് മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VXi പെട്രോൾ മാനുവൽ ആണ്. സെക്കൻഡ് ഓണർ, 49,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം അല്ലേ? ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ 2 എയർ ബാഗ്, ABS, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽ വരുന്നുണ്ട്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXi വരുന്നുണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുമ്പോൾ 6,10,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഓഫർ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വാറന്റി ഉണ്ടോ? വാറന്റി ഉണ്ട്. നമുക്ക് 6 മാസത്തെ വാറന്റി ഉണ്ടാവും, 3 ഫ്രീ സർവീസും നമ്മൾ തരുന്നുണ്ടാവും. ഇത് ഹ്യുണ്ടായുടെ i20 ആണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡൽ i20 സ്പോർട്സ് മാനുവൽ. ഓണർഷിപ്പ് എത്ര തന്നെ? ഇത് സിംഗിൾ യൂസ് ആണ്, 33,000 കിലോമീറ്റർ ആക്കി ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? വരുമ്പോൾ 2 എയർ ബാഗ്, ABS, പിന്നെ 4 പവർ വിൻഡോ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇൻബിൽ വരുന്ന മോഡലാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. അതിന്റെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇതിന് നമ്മൾ 1 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമാരി എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഇനി അറിയേണ്ടത് ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ്. ഇത് വരുമ്പോൾ 6,65 ഇതിന്റെ പ്രൈസ് വരുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ചെയ്യാം. ഓക്കെ. ഇത് മാരുതിയുടെ സെലേറിയോ. അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡൽ സെലേറിയോ VXi മാനുവൽ ആണ്. സിംഗിൾ യൂസ് 78,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 78,000 കിലോമീറ്റർ. ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. VXi എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 പവർ വിൻഡോ വരുന്നത്. 4 പവർ വിൻഡോ കാര്യങ്ങൾ. പേപ്പേഴ്സും കാണാനും ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,65 പ്രൈസിംഗ് തന്നെ. 3,65. ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം അല്ലേ? ഇത് മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഈ വാഗനർ ഏത് മോഡൽ വരുന്നു? ഇത് 2016 മോഡൽ വാഗനർ VXi ഫുൾ ഓപ്ഷൻ ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ യൂസ് 31,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഗനർ അല്ലേ? VXi എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ നമുക്ക് 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, പിന്നെ റെയർ വൈപ്പർ, ഡിഫോഗർ, ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോഗ് ലാംപ്സും വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയറും കാര്യങ്ങളെ കണ്ടീഷൻ ടയർ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ ഒരു വാഹനം ഇന്ന് വന്നിട്ടുള്ളൂ അല്ലേ? ഇന്ന് കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണത്, ടൈപ്പ് 3 അല്ലേ? അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് VXi പെട്രോൾ വെഹിക്കിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് വെഹിക്കിളാണ്. സിംഗിൾ യൂസ്. VXi എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? വരുമ്പോൾ പവർ വിൻഡോസ്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇൻബിൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന ഒരു മോഡലാണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് ആയിട്ടില്ല, വണ്ടി ജസ്റ്റ് ഇന്ന് കയറിയിട്ടുള്ള വണ്ടി. ഈ വാഹനം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു, പക്ഷെ ബ്ലാക്ക് അല്ല. ഇത് കറക്റ്റ് കളർ വരുന്നത് പർപ്പിൾ ആണ് കളർ വരുന്നത്. എന്തായാലും ഈ വാഹനത്തിന്റെ പ്രൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സകല കമ്പനികളും ഡീസൽ വാഹനങ്ങൾ ഇപ്പൊ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുന്ന ഒരു വാഹനമായിട്ട് മാറിക്കഴിഞ്ഞു ഡീസൽ വാഹനം അല്ലേ? ഇത് ഏതാ ബ്രസ? ഇത് 2018 മോഡൽ ബ്രസ LDI ആണ്.
സെക്കൻഡ് യൂസർ 1,13,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്ന വണ്ടി. ഓടിയിട്ടുള്ളത് മേജർ സർവീസും കാണാനൊക്കെ കഴിഞ്ഞല്ലേ? ആ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാൽ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വെഹിക്കിളും കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇതിന് നമ്മൾ 1 year വാറന്റി തരുന്നുണ്ട്. ഇതിന്റെ പ്രൈസിങ് വന്നത് 6,30,000 പ്രൈസിങ് വന്നത്. 6,30,000 രൂപക്ക് ഒരു വലിയ ഡീസൽ വാഹനം അല്ലേ? അതെ. ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2004 മോഡലാണ്. 30 വരെ പേപ്പർ ഉള്ള ഒരു വെഹിക്കിൾ ആട്ടോ. 2030 വരെ പേപ്പർ ക്ലിയർ ആണ്. ഓക്കെ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല? കണ്ടീഷൻ മേജർ അല്ല, കാർബറേറ്റർ എഞ്ചിനാണ്. മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ഓണർഷിപ്പ് 4ാമത്തെ ഓണറാണ്. അതുപോലെ തന്നെ മെയിൻ ഇതെന്ന് വെച്ചാൽ 30 വരെ പേപ്പർ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്പോൾ നമുക്ക് വാഹനങ്ങൾ കൊണ്ടു നടക്കാം. അതുവരെ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. വാഹനം ഓടിച്ച് പഠിക്കാൻ ഒരു ലോ ബജറ്റിൽ നല്ല വാഹനം നോക്കുന്നവർക്ക് പറ്റിയ വാഹനം. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 45,000 പ്രൈസിങ് വന്നേക്കണേ. പിന്നെ അതിന് ചെറിയൊരു ഓഫർ ഒക്കെ ചെയ്തു തരാൻ പറ്റും. ഇത് മാരുതിയുടെ ഓൾട്ടോ ആണ്. ഏതാ മോഡൽ ഡോണാൾഡേ? ഇത് ഓൾട്ടോ LXI 2011 മോഡൽ. സെക്കൻഡ് യൂസർ 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. അതെ. ഓക്കെ. ഇതിന്റെ പ്രൈസിങ് വന്നത് 1,30,000 പ്രൈസിങ് വന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ റണ്ണിങ് കണ്ടീഷൻ ആണ് വണ്ടി. വേറെ മേജർ ഇഷ്യൂസ് ഒന്നും വണ്ടിക്കകത്തില്ല. പിന്നെ നമുക്ക് വന്ന് വാറന്റി ഇല്ലാത്ത വെഹിക്കിളാണ്. പക്ഷെ കസ്റ്റമർക്ക് വന്ന് ചെക്ക് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? ഇത് ലോ ബജറ്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി വാറന്റി കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടുത്ത് നമുക്കൊരു ലോ ബജറ്റ് അല്ലേ? അതെ. ഈ ഓൾട്ടോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2010 മോഡൽ ഓൾട്ടോ LXI. തേർഡ് ഓൺഷിപ്പ് ആണ്. 77,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 77,000. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും മേജർ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. റണ്ണിങ് കണ്ടീഷൻ അല്ലേ? റണ്ണിങ് കണ്ടീഷൻ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോ 1,05,000 പ്രൈസിങ് വന്നേക്കണേ. നമുക്ക് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അതിന് വാറന്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലോ ബജറ്റ് ആയതുകൊണ്ട് തന്നെ. ലൊക്കേഷൻ എവിടെ വരുന്നത്? പോപ്പുലർ ട്രൂ വാല്യൂ, കാക്കനാട്, എറണാകുളം.